my dear മക്കളെ, let's step into the exciting world of English. അറിയാലോ, അർജുൻ സാറാണേ. നമുക്ക് നാടകം ഒന്ന് പഠിച്ചാലോ? എന്തായാലും നമ്മൾ ഇതിൻ്റെ വൺ ഷോട്ടൊക്കെ പോയിട്ടുണ്ട്. കഥ മൊത്തമായിട്ട് നിങ്ങൾക്കറിയാം, ലൈവിലൊക്കെ വന്ന് സാറ് പറഞ്ഞതാണ്. പക്ഷെ ആ വലിയൊരു കഥയെ ചെറുതാക്കി ഒരു ഗുളിക രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നാടകമാണ് നമുക്കിന്ന് പെട്ടെന്ന് പഠിക്കാനുള്ളത്. നാടകത്തിൻ്റെ പേര്, ചാപ്റ്ററിൻ്റെ പേരും ഒന്നാണ്, ശാകുന്തളം. നമ്മുടെ കാളിദാസൻ എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നും ചീന്തി എടുത്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നാടകം തന്നെയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലും ഒരു നാടകത്തിൻ്റെ ഒരു പ്ലേയുടെ സ്റ്റൈലിലാണ് തന്നിട്ടുള്ളത്. എഴുതിയിരിക്കുന്നത് കാളിദാസനാണ്. ആക്ട് 1 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വലിയൊരു നാടകമാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് ഒരു വലിയ നാടകമാണ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൂ. വളരെ രസകരമായിട്ടുള്ള, ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഇന്നും ഒരു ക്ലാസിക്കായിട്ട് നിലനിൽക്കുന്ന ഒരു നാടകമാണ് ശാകുന്തളം. അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ശാകുന്തളം നാടകത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, കാലം ഇത്ര കഴിഞ്ഞിട്ടും അത് വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്, റെലവൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. നാടകങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് പ്രോഗ്രസ്ഡ് ആയി. പക്ഷേ ഈ ഒരു നാടകം ഇപ്പോഴും സ്റ്റിൽ ബീങ് എ ജെം എമംഗ് ഓൾ ദോസ് റൈറ്റ്സ്. ഓക്കെ, നമുക്ക് ഈ ഒരു നാടകത്തിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ദുഷ്യന്ത മഹാരാജാവുണ്ട്, ശകുന്തളയുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കഥയാണ്. ഇവരുടെ ഇടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ഒരു കഥ. ഇവിടെ കണ്ട ഒരു മോതിരമൊക്കെ പിടിച്ചു നിൽക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളൊരു സാധനമാണ്. ഇതൊക്കെ രാജാവ് ഒരു മോതിരം, ദുഷ്യന്ത രാജാവ് ഒരു മോതിരം ശകുന്തളയ്ക്ക് നൽകുന്നു. എന്നിട്ട് പറയുന്നു, നീ എൻ്റെ കൊട്ടാരത്തിൽ വരണം, ഇതാ നിനക്കുള്ള അടയാളം എന്നല്ല, നീ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മോതിരം കൊടുക്കുന്നുണ്ട്. ആ മോതിരം ബേസ് ചെയ്തിട്ടാണ് കഥ മൊത്തം പോകുന്നത്. പിന്നീട് നമ്മുടെ ശകുന്തള ഇയാളെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി വരുന്നു. അയാൾ ക്ഷിപ്രകോപി എന്നാണ് പറയുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അയാൾ ശപിക്കുന്നു, അയാളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ശകുന്തളയെ ശപിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ആരെയാണോ ഓർത്തിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശകുന്തളയ്ക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അവസാനം ഒരു നെഗോഷിയേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് പറഞ്ഞു, നീ അയാൾ തന്ന എന്തെങ്കിലും കാണിക്കുമ്പോൾ അയാൾക്ക് നിന്നെ ഓർമ്മ വരുമെന്ന് പറയുന്നു. അങ്ങനെ ആ മോതിരം കൊണ്ട് ഇവിടെ ഒരു പുഴയൊക്കെ കടന്ന് പോകുന്ന സമയത്ത് മോതിരം വെള്ളത്തിൽ നഷ്ടപ്പെടുന്നു. കൊട്ടാരത്തിലെത്തുന്നു. ശകുന്തളയെ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ദുഷ്യന്തന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ശകുന്തള കൊട്ടാരത്തിൽ നിന്ന് വരുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ ഒരു മോതിരം ഒരു മീൻ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനിനെ പിടിച്ച സമയത്ത് മീനിൻ്റെ വയറ്റിനകത്ത് നിന്ന് മോതിരം കിട്ടും. അപ്പോൾ അത് രാജമുദ്രയുള്ള മോതിരമായതിനാൽ ഈ മീനിനെ പിടിച്ച ആൾ ഇതും കൊണ്ട് കൊട്ടാരത്തിൽ ചെല്ലുന്നു. അങ്ങനെ രാജാവിന് ശകുന്തളയെ ഓർമ്മ വരുന്നു. അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അവസാനിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ ബ്രീഫായിട്ട്, അതിവേഗം ബഹുദൂരം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ കഥ പറഞ്ഞു തരാം. നോക്കാലോ, നമുക്ക് നാടകം എങ്ങനെയാണുള്ളത് നോക്കിയാൽ, ദ ഡ്രാമ ഓപ്പൺസ് വിത്ത് കിങ് ദുഷ്യന്തൻ ഒരു വേട്ടയ്ക്കിറങ്ങുന്ന ഭാഗം പറഞ്ഞുകൊണ്ടാണ് നാടകം ആരംഭിക്കുന്നത്. ദ മൈറ്റി റൂളർ, അയാൾ വളരെ കരുത്തനായിട്ടുള്ളൊരു രാജാവാണ്. മൈറ്റി റൂളർ എന്ന് വെച്ചാൽ കിഡുവാണ് എന്നാണ് അർത്ഥം. റൈഡിങ് എ ചാരിയറ്റ് ത്രൂ ദ ഫോറസ്റ്റ്, കാട്ടിലൂടെ ഒരു രഥത്തിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു. ഹീസ് ചേസിങ് എ സ്പോട്ടഡ് ഡിയർ, ഒരു പുള്ളിമാനിനെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു. അതിനെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. റെഡി വിത്ത് ഹിസ് ബോ ആൻഡ് ആരോ, തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും കൊണ്ടൊരു മാനിനെ വേട്ടയാടാൻ വേണ്ടി ഇങ്ങനെ ആ മാനിനെ പിന്തുടർന്ന് പോവുകയായിരുന്നു. നാടകത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഹിസ് ചാരിയറ്റർ, ഇയാളുടെ തേരാളി, രഥം ഓടിക്കുന്ന ആൾ എക്സ്പ്ലെയിൻസ്, പറഞ്ഞു കൊടുക്കുന്നു, ദാറ്റ് ദ ഡിയർ ഹാസ് ഗെയിൻ സ്പീഡ് ഓൺലി ബിക്കോസ് ഹി സ്ലോ ഡൗൺ ദ ഹോഴ്സ് ഓൺ റഫ് ഗ്രൗണ്ട്. വളരെ പരുക്കനായിട്ട് നിലത്തിലൂടെ പോയതിനാൽ, പരുക്കനായ വഴിയിലൂടെ പോയതിനാലാണ് ഞാൻ എൻ്റെ രഥം ഒന്ന് അല്പം പതുക്കിയാക്കിയത്, അതുകൊണ്ടാണ് മാനിനെ പിടിക്കാൻ പറ്റാഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ടോ, നൗ ദാറ്റ് ദ ലാൻഡ് ഈസ് ലെവൽ, ഇപ്പം വളരെ നിരപ്പായ റോട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദ കിങ് ക്യാൻ ഈസിലി ക്യാച്ച് ഇറ്റ്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ആ മാനിനെ പിടിക്കാൻ പറ്റും. ഇത്രയും നേരം നിങ്ങൾ ആ മാൻ ഒരുപാട് ഓടിച്ചല്ലോ, ആ സമയത്തൊക്കെ ഞാൻ വളരെ പതുക്കെയായിരുന്നു രഥം ഓടിച്ചിരുന്നത്. കാര്യം ആ സമയം വണ്ടി പോയിക്കൊണ്ടിരുന്നത് ഒരു പരുക്കനായ റഫായിട്ടുള്ള സർഫസിലൂടെയാണ്. ഇപ്പം നല്ല റോട്ടിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അമ്പ് ചെയ്ത് മാനിനെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആസ് എ കിങ് എയിംസ് ടു ഡിയർ, ഈ മാനിനെ ഇങ്ങനെ ഉന്നം വെച്ച് നിൽക്കുന്ന സമയത്ത് a voice from the forest, കാട്ടിൽ നിന്നൊരു ശബ്ദം വരുന്നു. wants him not to shoot the animal,
ആ മൃഗത്തിനെ, ആ മാനിനെ വേട്ടയാടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപായം വന്നു, അതായത് ഒരു വാർണിംഗ് വന്നു. അപ്പോഴോ ടു ഹെർമിറ്റ്സ്, 2 സന്യാസിമാർ, അപ്പിയർ ആൻഡ് എക്സ്പ്ലെയിൻ, അവർ പ്രത്യക്ഷപ്പെട്ടു. അവർ വേദിയിലേക്ക് എത്തി. അവർ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എക്സ്പ്ലെയിൻ ദാറ്റ് ദ ഡിയർ ബിലോങ്സ് ടു ദെയർ ഹെർമിറ്റേജ്. ഈ മാനുകൾ ഇവരുടെ ആശ്രമത്തിൻ്റെതാണ്. ഈ ആശ്രമത്തിലാണ് ഈ മാനുകൾ വളരുന്നത്. ആശ്രമത്തിലെ ഒരു ഡൊമസ്റ്റിക് ആനിമലിനെ പോലെ നോക്കുന്നൊരു ജീവിയാണ്. അവിടെയുള്ള ആൾക്കാർ പരിചരിച്ചു പോകുന്ന മൃഗങ്ങളാണ് ഈ മാന് എന്ന. ഹെർമിറ്റേജ് എന്ന് വെച്ചാൽ ആശ്രമമാണ്. ആൻഡ് മസ്റ്റ് നോട്ട് ബി ഹാംഡ്, അതിനൊന്നും വേദനയാക്കരുത്, അതിനെ കൊല്ലാൻ പാടില്ല എന്ന് രാജാവിനോട് പറഞ്ഞു. ദ റിമൈൻഡഡ്, രാജാവിനെ ഓർമ്മപ്പെടുത്തി. എന്താ ഓർമ്മപ്പെടുത്തിയത്? ദ കിങ് ദാറ്റ് വെപ്പൺസ് ആർ മെന്റ് ടു പ്രൊട്ടക്ട് ദ ഇന്നസെന്റ്. നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നിട്ടുള്ളത് പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നോട്ട് ഡിസ്ട്രോയ് ദം, അവരെ തകർത്ത് കളയാനോ കൊല്ലാനോ ഒന്നുമല്ല. നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നിരിക്കുന്നത് പാവങ്ങളെ രക്ഷിക്കാനാണ്, അവരെ കൊല്ലാനല്ല. മാൻ ഒരു സാധു മൃഗമാണ്. റിയലൈസിങ് ഹിസ് മിസ്റ്റേക്ക്, തൻ്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ദുഷ്യന്ത രാജാവ് ഇമ്മീഡിയറ്റ്ലി പുട്ട്സ് അവേ ഹിസ് ആരോ, ഉടനെ തന്നെ അയാളുടെ ആ അമ്പും വില്ല് അതെടുത്ത് മാറ്റിക്കളഞ്ഞു. അത് നേരെ അയാളുടെ പുറത്തുള്ള ആ ഒരു കാരിയറിലേക്ക് ഇട്ടു. കീവർ എന്നാണ് അതിന് പറയാം. ഓക്കെ, ദ ഹെർമിറ്റ്സ് ബ്ലെസ് ഹിം. അപ്പം ഈ ഒരു സന്യാസിമാർക്ക് ഇയാളുടെ ഈ ഒരു പ്രവൃത്തി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അനുഗ്രഹിച്ചു ദുഷ്യന്തനെ. ആൻഡ് പ്രൈസ് ഹിം ഫോർ ഹിസ് നോബിൾ ഡീഡ്. ഇയാളുടെ ഈ ഒരു സൽപ്രവൃത്തിക്ക് അയാളെ ഒന്ന് പ്രകീർത്തിച്ചു, ഒന്ന് പുകഴ്ത്തി പറഞ്ഞു, അല്ലയോ മഹാനുഭാവ, താങ്കൾ ചെയ്തിരിക്കുന്നത് മനോഹരമായൊരു കൃത്യമാണ്, താങ്കളെപ്പോലെ മഹത്വരമായിട്ടുള്ളൊരു ജോലിയാണെന്നൊക്കെ പറഞ്ഞു. ദേ ഓൾസോ ഇൻവൈറ്റ് ഹിം ടു വിസിറ്റ് ദ ഹെർമിറ്റേജ്. ഇവരുടെ ആശ്രമം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ അങ്ങോട്ട് ക്ഷണിച്ചു. അപ്പോൾ ഇതൊക്കെ നാടകമാണ്. നാടകത്തിൽ ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡയലോഗ് പറയുന്നുണ്ടാവും. നാടകത്തിൽ നമ്മളിതിങ്ങനെ കാണുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഡയലോഗൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് രാജാവിൻ്റെ വേഷമൊക്കെ ധരിച്ച്, സന്യാസികളുടെ വേഷമൊക്കെ ധരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പം പഠിക്കുന്നതിൻ്റെ കഥ മാത്രമാണ്. വിച്ച് ഇസ് അണ്ടർ ദ കെയർ ഓഫ് ശകുന്തള. ഇവരുടെ ഹെർമിറ്റേജ് ഉണ്ടല്ലോ, ആശ്രമം, അത് സംരക്ഷിക്കുന്നത് ശകുന്തളയാണ്. ദ ഫോസ്റ്റർ ഡോട്ടർ ഓഫ് സേജ് കണ്വ മഹർഷിയുടെ ദത്തപുത്രി, എടുത്തു വളർത്തിയ പുത്രിയാണ് ആര്? ശകുന്തള. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ശകുന്തളയെ കുറിച്ച് കേട്ടു, രാജാവിനെ കണ്ടു, ഒരു ഹെർമിറ്റിനെ കണ്ടു, പിന്നെ ഒരു മാന്യം കണ്ടു. ഇവരാണ് ഇതിലിപ്പം നിലവിലുള്ള പ്രധാന ക്യാരക്ടേഴ്സ്. ദുഷ്യന്തനാണ് ഇതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ്, കേന്ദ്ര കഥാപാത്രം. ക്യൂരിയസ് ആൻഡ് റെസ്പെക്ട്ഫുൾ, വളരെ ജിജ്ഞാസയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കിങ് ദുഷ്യന്ത ട്രാവൽസ് ടു ദ ഹെർമിറ്റേജ്. ദുഷ്യന്ത രാജാവ് നേരെ ആശ്രമത്തിലേക്ക് പോയി. നേരത്തെ പറഞ്ഞൊരു ആശ്രമമില്ലേ, അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ആസ് ഹി റീച്ചസ് നിയർ ദ എൻട്രൻസ്, അതിൻ്റെ കവാടം എത്തിയ സമയത്ത്, അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് എത്തിയ സമയത്ത്, ഹി റിമൂവ്സ് ഹിസ് റോയൽ ഓർണമെൻറ്റ്സ്, അയാളുടെ രാജകീയ ആഭരണങ്ങൾ മുഴുവൻ ഊരി മാറ്റി. ഇപ്പോൾ രാജാവാകുന്ന സമയത്ത് ഒരുപാട് സ്വർണ്ണമാലയും കമ്മലും ഒക്കെ ഇടും, ഒരു പടച്ചട്ട പോലത്തെ സാധനങ്ങൾ വരെ ഇടും. അതെല്ലാവരും, ആ എല്ലാത്തിനെയും അയാൾ റിമൂവ് ചെയ്തു, മാറ്റിക്കളഞ്ഞു. സോ ആസ് നോട്ട് ടു ഡിസ്റ്റർബ് ദ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ആശ്രമത്തിൻ്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടി. അപ്പം അവിടെ വളരെ സമാധാനത്തോടു കൂടിയാണ് ആളുകൾ കഴിയുന്നത്. അപ്പോൾ രാജാവൊക്കെ അങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു നിമിഷത്തേക്കാണെങ്കിൽ അവിടെ ഒരു കെയോസ് ഉണ്ട്, അവർ കുഴപ്പം പിടിക്കല്ലേ, അയ്യോ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി ഓടാൻ തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാൾ തൻ്റെ ആഭരണങ്ങളും ആടയാഭരണങ്ങളും എല്ലാം ഉരിമാറ്റിയത്. ഹി നോട്ടീസ് എ സൈൻസ് ഓഫ് എ പ്യൂർ ആൻഡ് കാം പ്ലേസ്. വളരെ പ്യൂറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് ഇയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗ്രെയിൻസ് ഈറ്റൻ ബൈ പാരറ്റ്സ്, അവിടെ കണ്ട കാഴ്ചകൾ, ഇത് എത്രത്തോളം സമാധാനമാണ്, ഈ സ്ഥലം എത്രത്തോളം സമാധാനം നിറഞ്ഞതാണെന്ന് കാണിച്ചു തരുന്നത് അവിടെയുള്ള ഏകദേശം രൂപങ്ങളും കാര്യങ്ങളും കണ്ടപ്പോഴാണ്. അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? ഗ്രെയിൻസ് ഈറ്റൻ ബൈ പാരറ്റ്സ്, തത്തകൾ ചെറിയ ചെറിയ ധാന്യമണികൾ കഴിക്കുന്നു. ഡിയർ ദാറ്റ് ആർ അൺഅഫ്രെയ്ഡ് ഓഫ് പീപ്പിൾ, ആളുകളെ ഒന്നും ഭയമില്ലാത്ത മാനുകൾ. മാനൊക്കെ ആളുകളെ കണ്ട ഓടും അല്ലേ, പക്ഷേ ഇവിടെ നോക്കിയേ മാനുകൾക്കൊന്നും ഒരു പേടിയുമില്ല. ആൻഡ് സ്റ്റോൺസ് യൂസ് ടു പ്രിപ്പയർ ഫുഡ് ആൻഡ് മെഡിസിൻസ്, പിന്നെ മരുന്നുണ്ടാക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വേണ്ടി അടിച്ച് പദം വന്ന ഒരുപാട് കല്ലുകളും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് രാജാവിന് മനസ്സിലായി. അപ്പം നോക്കി ആ സ്ഥലത്തിന് എത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചിത്രങ്ങൾ വരുന്നില്ലേ, അതാണ് ആ എഴുത്തിൻ്റെ കഴിവ്. സൂൺ, പെട്ടെന്ന് തന്നെ ദ കിങ് ഹാസ് ദ വോയിസ് ഓഫ് യങ് ഗേൾസ്. പെട്ടെന്ന് ഇയാളിങ്ങനെ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക്
പെട്ടെന്ന് തന്നെ ചെറിയ പെൺകുട്ടികളുടെ യുവതികളുടെ ശബ്ദം കേൾക്കുന്നു. ആൻഡ് ഹൈഡ്സ് ബിഹൈൻഡ് ദ ട്രീസ് ടു സീ ഹൂ ദേ ആർ. അപ്പോൾ ഉടനെ തന്നെ രാജാവ് ഒരു മരത്തിൻ്റെ പിറകിൽ ഒളിച്ചു നിന്നു. ടു സീ ഹൂ ദേ ആർ, ഇവരൊക്കെ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മരത്തിന് പിറകിൽ ഒളിച്ചു വെച്ചത്. ഹി ഫൈൻഡ് ശകുന്തള ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ്. ഉടനെ തന്നെ ഇയാൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ശകുന്തളയും കണ്ടു, ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ്, ഇവളുടെ 2 സുഹൃത്തുക്കളെയും കണ്ടു, കൂട്ടുകാരികളെയും കണ്ടു. അവരുടെ പേരാണ് അനസൂയ ആൻഡ് പ്രിയംവദ. അനസൂയ, പ്രിയംവദ എന്ന 2 കൂട്ടുകാരിമാരെയും ശകുന്തളയോടൊപ്പം കണ്ടു. അവരെന്താ ചെയ്യുന്നത്? ക്യാരിങ് വാട്ടർ പോട്ട്സ്, അവർ കുടങ്ങൾ നിറയെ വെള്ളവുമായിട്ട് വരികയാണ്. ആൻഡ് കെയറിങ് ഫോർ ദ യങ് പ്ലാന്റ്സ് ഓഫ് ദ ഹെർമിറ്റേജ്, ആശ്രമത്തിലുള്ള ചെടികളെല്ലാം അവർ പരിപാലിക്കുകയാണ്. ഈ ചെടികൾക്കെല്ലാം വെള്ളം നൽകിയും കൊണ്ട് അവർ ഈ ചെടികളെല്ലാം പരിപാലിക്കുകയാണ് ഈ 3 യുവതികളും കൂടെ ചേർന്ന്. എനിക്ക് തോന്നുന്നു ഇതാണ് ശകുന്തള എന്ന്. സുന്ദരിയായി നിൽക്കുന്ന ഒരാൾ ശകുന്തളയിലെ ഈ കൂട്ടത്തിൽ. യെസ്. അപ്പം ശകുന്തളയും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടോ ശകുന്തള ഇസ് ഷോൺ ആസ് ജെന്റിൽ, വളരെ സൽസ്വഭാവിയായിട്ടുള്ള, ലവിങ്, സ്നേഹം നിറഞ്ഞ, ആൻഡ് ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ, പ്രകൃതിയുമായി വളരെയധികം ഇഴകിച്ചേർന്ന ഒരാളായിട്ടാണ് ശകുന്തളയെ കാണിക്കുന്നത്. ഷി ടോക്സ് അഫെക്ഷനേറ്റ്ലി ടു ദ ട്രീസ്, മരങ്ങളോട് വളരെ സ്നേഹപൂർവ്വമാണ് അവൾ സംസാരിക്കുന്നത്. കോളിംഗ് ഹെർസെൽഫ് എ റിയൽ സിസ്റ്റർ ടു ദം, ഈ മരങ്ങളുടെ എല്ലാം യഥാർത്ഥമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു സഹോദരിയാണ് താൻ എന്നാണ് ശകുന്തള സ്വയം വിശേഷിപ്പിക്കുന്നത്. ഹെർ ഫ്രണ്ട്സ് ടീസ് ഹെർ, ഇവളുടെ കൂട്ടുകാരികൾ ഇവളെ ഇങ്ങനെ കളിയാക്കുകയാണ്. അങ്ങനെയാണല്ലോ, ഒരു 3 ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ മറ്റേയാളെ ഇങ്ങനെ കളിയാക്കും, പരിഹസിക്കും. ഇവിടെ ശകുന്തളയുടെ അവസ്ഥയും വ്യത്യാസമൊന്നുമല്ല, ഇങ്ങനെ കളിയാക്കാണ്. ഹെർ ഫ്രണ്ട്സ് ടീസ് ഹെർ ലവിംഗ്ലി, സ്നേഹത്തോടു കൂടി കേട്ടോ കളിയാക്കുന്നത്, ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല. ആൻഡ് ടെൽ ഹെർ, അവളോട് പറഞ്ഞു, ദാറ്റ് ഷീ മൈറ്റ് ഗെറ്റ് മാരീഡ് സൂൺ, നീ വൈകാതെ തന്നെ വിവാഹിതയാകും, നിന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് ഈ 2 കൂട്ടുകാരികളും കൂടെ ഇവളെ ഇങ്ങനെ കളിയാക്കി പറയുന്നത്. വൈൽ വാട്ടറിങ് പ്ലാന്റ്സ്, ഈ ചെടികൾക്കെല്ലാം ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ശകുന്തള അഡ്മയർസ് ദ ജാസ്മിൻ വൈൻ ഗ്രോയിങ് ബിസൈഡ് എ മാംഗോ ട്രീ, ഈ ഒരു മാവിൻ അവിടെ ഒരു മാവുണ്ടായിരുന്നു, അതിൻ്റെ അടുത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുല്ലവള്ളി ഉണ്ടായിരുന്നു, ജാസ്മിൻ വൈൻ. അതിങ്ങനെ ആ മരത്തിലോട്ട് ഇങ്ങനെ പടർന്ന് പിണഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതിനെ ഇവൾക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി. ആൻഡ് സ്പീക്സ് അബൌട്ട് ദം ആസ് ഇഫ് ദേ ആർ എ ലവിങ് പെയർ, ഈ മാവും അതുപോലെ തന്നെ മുല്ലവള്ളിയും ഒരു പെയറാണ്, ഭാര്യയും ഭർത്താവുമാണ്, അവർ വളരെ ഇഷ്ടത്തിലാണ് എന്നാണ് വളരെ തമാശയായിട്ട് അങ്ങനെ തോന്നിയിട്ടാണ് ശകുന്തള കൂട്ടുകാരിയോടെല്ലാം പറയുന്നത്. കിങ് ദുഷ്യന്ത വാച്ചിങ് സീക്രറ്റ്ലി, അപ്പം ദുഷ്യന്ത് ഇതിനൊക്കെ കണ്ടിട്ട് ഒളിച്ചിരുന്ന് നോക്കുകയാണ്, വളരെ സീക്രട്ടായിട്ട് ഒളിഞ്ഞിരുന്ന് നോക്കുകയാണ്. ഇസ് ഇംപ്രസ്ഡ് ബൈ ഹെർ ബ്യൂട്ടി ആൻഡ് ഇന്നസെൻസ്, അവളുടെ സൗന്ദര്യത്തിലും അവളുടെ നിഷ്കളങ്കതയിലും രാജാവിന് ഭയങ്കരമായിട്ട് ശകുന്തളയെ ഇഷ്ടമായി. അയാൾ ഒളിച്ചിരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവളിങ്ങനെയാണ് പെരുമാറുന്നത്, ചെടികളോടും കൂട്ടുകാരികളോടൊക്കെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു, അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രകൃതിയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം രാജാവിൽ ഒരു ഇഷ്ടം ഇവളോട് ഉണ്ടാക്കി. സഡൻലി എ ബീ സ്റ്റാർട്ട്സ് ട്രബിളിങ് ശകുന്തള, അപ്പം കഥയുടെ അവസാനമാകുന്ന സമയത്ത് നമുക്ക് ശകുന്തളയും രാജാവും തമ്മിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല, അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതൊന്നുമില്ല, പകരം ഒരു ഹിന്റ് തരികയാണ്. രാജാവും അതുപോലെ തന്നെ ശകുന്തളയും, ദുഷ്യന്ത രാജാവും ശകുന്തളയും തമ്മിൽ ഒരുമിക്കുന്നത് കാണിക്കുന്നില്ലെങ്കിലും ആ ഒരുമിക്കാനുള്ള സാഹചര്യം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ആ സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് തന്നെ ഒരു വണ്ട് ഇവളെ ആക്രമിക്കാൻ തുടങ്ങി. ട്രബിളിങ് ശകുന്തളയെ ബുദ്ധിമുട്ടിച്ചു. ഫ്രൈറ്റൻഡ്, പേടിച്ചിട്ട്, ഷി കാൾസ് ഹെർ ഫ്രണ്ട്സ് ടു ഹെൽപ്പ്, കൂട്ടുകാരികളെ സഹായത്തിന് വിളിച്ചു. ദ ഫ്രണ്ട്സ് ജോക്കിംഗ്ലി സേ ഷീ വുഡ് കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത. അപ്പോൾ കൂട്ടുകാരികൾ പറഞ്ഞു, ഞങ്ങൾ നിന്നെ എങ്ങനെയാണ് രക്ഷിക്കുക? ഫ്രണ്ട്സ് ജോക്കിംഗ്ലി സേ, തമാശയോടുകൂടി പറഞ്ഞു, ഷീ ഷുഡ് കോൾ അപ്പോൺ കിങ് ദുഷ്യന്ത, നീ പോയിട്ട് ദുഷ്യന്ത രാജാവിനെ വിളിക്കൂ എന്നാണ് പറയുന്നത്. ഹു ഇസ് എ പ്രൊട്ടക്ടർ ഓഫ് ദ ഫോറസ്റ്റ്, അയാളാണല്ലോ ഈ കാടിൻ്റെ സംരക്ഷകൻ, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് കാട്. അപ്പോൾ കാടിൻ്റെ സംരക്ഷകൻ ദുഷ്യന്ത രാജാവാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ ദുഷ്യന്ത രാജാവിനോട് പോയി പറഞ്ഞോളൂ എന്ന് കളിയാക്കി ഈ കൂട്ടുകാരികൾ പറഞ്ഞു. ദിസ് മൊമെന്റ് ഹിൻസ് ആറ്റ് ദ കമ്മിങ് കണക്ഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ശകുന്തള. കണ്ടോ, ഈ ഒരു നിമിഷമാണ് കാണിച്ചു തരുന്നത് ദ കമ്മിങ് കണക്ഷൻ, ഇനി വരാൻ പോകുന്ന കണക്ഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ശകുന്തള. രാജാവും ശകുന്തളയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ്റെ ആരംഭം കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇത്ര മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ.
ഓക്കെ, നിങ്ങൾക്ക് ശകുന്തളയും ദുഷ്യന്ത രാജാവും മീറ്റ് ചെയ്യുന്നതൊന്നും പഠിക്കാനില്ല. അതിൻ്റെ കാലങ്ങളും കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മക്കൾക്ക് കഥ മനസ്സിലായല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ദുഷ്യന്ത രാജാവിൻ്റെയും അതുപോലെ ശകുന്തളയുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. ചിലപ്പം ഈ നാടകം പരിപാടി എവിടെയും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് തയ്യാറാക്കാനുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കളെ ഒരു കാര്യം ചെയ്യുക, ഈ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, പഠിച്ച് മനസ്സിലാക്കുക. പല കാരണങ്ങളായി ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പം ഇതിൻ്റെ മൊത്തം ക്ലാസ്സുകളൊന്നും സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ കഥയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണിത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് സാറ് കരുതുകയാണ്, വിശ്വസിക്കുകയാണ്. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.